ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ അഥ പഞ്ചാശത്തമോധ്യായ. ശ്രീശുക ഉവാച. അസ്തി പ്രാപ്തിശ്ച കംസസ്യ महिष्यौ ഭരതർഷഭ മൃതേ ഭർത്തരി ദുഃഖാർത്തേ ഈയതുസ്മ പിതുർഗൃഹാൻ പിത്രേ മഗധരാജായ ജരാസന്ധായ ദുഃഖിതേ വേദയാൻ ചക്രദു സർവമാത്മവൈധവ്യകാരണം സതതപ്രിയമാകർണ്യ ശോകാമർഷയുധോ നൃപ അയാദേവീ മഹീം കർത്തും ചക്രേ പരമമുദ്യമം അക്ഷൗഹിണീഭിർവിംശത്യ തിസൃഭിശ്ചാഭിസംവൃത യദുരാജധാനീ മധുരാം നിരുണത് സർവതോ ദിശം നിരീക്ഷ്യ തദ്ബലം കൃഷ്ണ ഉദ്വേലമിവ സാഗരം സ്വപുരം തേന സംരുദ്ധം സ്വജനം ച ഭയാകുലം ചിന്തയാമാസ ഭഗവാൻ ഹരിക്കാരണമാനുഷ തദ്ദേശകാലാനുഗുണം സ്വാവതാര പ്രയോജനം ഹനിഷ്യാമി ബലം ഹ്യേതദ്ഭുവി ഭാരം സമാഹിതം മാഗധേന സമാനീതം വശ്യാനാം സർവഭൂഭുജാം അക്ഷൗഹിണീഭിः സംഖ്യാതം ഭടാശ്വരഥകുഞ്ജരൈः മാഗധസ്തു ന ഹന്തവ്യോ ഭൂയഃ കർത്താ ബലോദ്യമം ഏതദർത്ഥോവതാരോയം ഭൂഭാരഹരണായ മേ സംരക്ഷണായ സാധൂനാം കൃതോന്യേഷാം വധായ ച അന്യേഭിः ധർമ്മരക്ഷായൈ ദേഹഃ സംപ്രിയതേ മയാ വീരമായാപ്യധർമ്മസ്യ കാലേ പ്രഭവത ക്വചിത് ഏവം ധ്യായതി ഗോവിന്ദ ആകാശാത് സൂര്യവർച്ചസൗ രഥാവുപസ്ഥിതൗ സദ്യ സസൂതൗ സപരിച്ഛദൗ ആയുധാനി ച ദിവ്യാനി പുരാണാനി യദൃച്ഛയാ ദൃഷ്ട്വാ താനി ഹൃഷീകേശ സംഘർഷണമദാബ്രവീത് പശ്യാര്യാ വ്യസനം പ്രാപ്തം യദൂനാം ത്വവതാം പ്രഭോ യേഷ തേ രഥായാദോ ദൈതാന്യായുധാനി ച യാനമസ്തായ ജഹ്യേതത് വ്യസനാത് സ്വാൻ സമുദ്ധര ഏതദർത്ഥം ഹി നൗ ജന്മ സാധൂനാമീശ ശർമ്മകൃത് ത്രയോവിംശത്യനീകാഖ്യം ഭൂമേർഭാരമപാകുരു ഏവം സമ്മന്ത്രിതാശാർഹൗ ദംശിതൗ രഥിനൗ പുരാത് നിർജഗ്മദോ സ്വായുധാഢ്യൗ ബലേനാൽപീയസാവൃതൗ ശങ്കം ദദ്മൗ വിനിർഗത്യ ഹരിർദാരുകസാരഥി തതോ ഭൂത്പരസൈന്യാനാം ഹൃദി വിത്രാസവേ ഭദോ താവാഹമാഗതോ വീക്ഷ്യ ഹേ കൃഷ്ണ പുരുഷാധമ ന ത്വയാ യോദ്ധുമിച്ഛാമി ബാലൈനൈകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ ന യോത്സ്യേയാ ഹി ബന്ധുഹൻ തവ രാമ യദി ശ്രദ്ധാ യുദ്ധ്യസ്വ ധൈര്യമുദ്വഹ ഹിത്വാ വാമച്ഛരൈഃ ഛിന്നം ദേഹം സ്വാർയാഹി മാം ജഹി. ശ്രീ ഭഗവാനുവാച. ന വൈ ശൂരാ വിഗത്തന്തെ ദർശയന്ത്യേവ പൗരുഷം ന ഗൃഹ്ണീമോ വജോ രാജന്നാതുരസ്യ മുമൂർഷത. ശ്രീശുക ഉവാച. ജരാസുതസ്താവഭിസൃത്യ മാധവൗ മഹാബലൗഖേന ബലീയസാവൃണോ സസൈന്യയാനധ്വജവാജിസാരഥി സൂര്യാനലൗ വായുരിവാഭ്രരേണുഭിः സുപർണതാലധ്വജചിഹ്നിതൗ രഥാമലക്ഷ്യയന്ത്യോ ഹരിനാ ഹരിരാമയോർമൃധേ സ്ത്രിയഃ പുരാട്ടാലകഹർമ്മ്യഗോപുരം സമാശ്രിതാः സമ്മുമുഹുഃ ശുചാർദ്ധിതാ ഹരിഃ പരാനീകപയോമുജാമുഹു ശിലീമുഖാത്യുൽഫണവർഷപീഡിതം സ്വസൈന്യമാലോക്യ സുരാസുരാർച്ചിതം വിസ്ഫൂർജയാച്ഛാർങ്കശരാസനോത്തമം ഗൃഹ്ണൻ നിഷങ്കാധതസന്തതച്ഛരാൻ വികൃഷ്യ മുഞ്ചൻ ശിതബാണപൂകാൻ നിഘ്നൻ രഥാൻ കുഞ്ചരവാജിപത്തീൻ നിരന്തരം യുദ്ധദലാതചക്രം നിർഭിന്ന കുംഭോക്കരിണോ നിഭേതുരനേകശോശ്വാശരവൃഷ്ണകന്ധര രഥാഹതാശ്വധ്വജസൂതനായക പദാതയച്ഛിന്നഭുജോരുകന്ധര സംജിദ്യമാനാദിപ ദേവവാജിനാമംഗപ്രസൂദാ ശതശോസൃഗാപഘ ഭുജാഹയ പൂരുഷശീർഷകച്ചപ ഹതദ്വിപദ്ദീപഹയഗ്രഹാകുല
കരോരുമീനാ നരകേശശൈവല ധനുസ്തരംഗായുധഗുൽമസങ്കുലാം അച്ഛൂരികാവർത്തഭയാനകാ മഹാമണിപ്രവേകാഭരണാശ്മശർക്കരാ പ്രവർത്തിതാഭീരുഭയാവഹാമൃതേ മനസ്വിനാം ഹർഷകരീ പരസ്പരം വിനഗ്നതാരിന്മുസലേന ദുർമദാൻ സംഘർഷണേനാപരിമേയ തേജസാ ബലം തദങ്കാർണവദുർഗഭൈരവം ദുരന്തപാരം മഖദേന്ദ്രപാലിതം ക്ഷയം പ്രണീതം വസുദേവപുത്രയോർവിക്രീഡിതം തജ്ജഗദീശയോഃ പരം സ്ഥിത്യുദ്ഭവാന്തം ഭുവനത്രയസ്യ സമീഹതേനന്ദഗുണസ്വലീലയാ ന തസ്യ ചിത്രം പരിപക്ഷനിഗ്രഹസ്തഥാപി മർത്യാനുവിതസ്യ വർണ്യത്തെ ജഗ്രാഹവിരതം രാമോ ജരാസന്തം മഹാബലം ഹതാനീകാവശിഷ്ടാസും സിംഹമിവൗജസാം ബധ്യമാനം ഹതാരാദിം പാശൈർവാരുണമാനുഷൈഃ വാരയാമാസ ഗോവിന്ദസ്തേന കാര്യചികീർഷയാ സമുക്തോ ലോകനാഥാഭ്യാം പ്രീഡിതോ വീരസമ്മത തപസേ കൃതസങ്കൽപ്പോ വാരിതഃ പതിരാജഭിः വാക്യൈ പവിത്രാർത്ഥപദൈർനയനൈ പ്രാകൃതൈരപി സ്വകർമ്മബന്ധപ്രാപ്തോയം യദുഭിസ്തേ പരാഭവ ഹതേഷു സർവാനീകേഷു നൃപോ ബാർഹ്രദ്രതസ്തദാ ഉപേക്ഷിതോ ഭഗവതാ മഗധാൻ ദുർമനായയൗ മുകുന്ദോപ്യക്ഷതഫലോ നിസ്തീർണാരിബലാർണവ വികീര്യമാണ കുസുമൈ സ്ത്രിദശൈരനുമോദിത മാധുരൈരുപസംഗമ്യ വിജ്വരൈർമുദിരാത്മഭി ഉപഗീയമാന വിജയ സൗദമാഗതവന്ദിഭി ശംഖദുന്ദുഭയോ നേതുർഭേരി തുര്യാണ്യനേകശ വീണാവേണുമൃദംഗാനി പുരം പ്രവിശതി പ്രഭൗ സിക്തമാർഗം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർഘുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം നിജീയമാനോ നാരീഭിർമാല്യദ്ധിധ്യക്ഷതാങ്കുരൈ നിരീക്ഷ്യമാണ സസ്നേഹം പ്രീത്യുത്കലിതലോചനൈ ആയോധനഗതം വിത്തമനന്തം വീരഭൂഷണം യദുരാജായ തത്സർവമാഹൃതം പ്രാദിശത് പ്രഭു ഏവം സപ്തദശ കൃത്വസ്താവത്യക്ഷൗഹിണീഫല യുയുധേ മാഗതോ രാജാ യദുഭിः കൃഷ്ണബാലിതൈः അക്ഷീണ്വം തദ്ഫലം സർവം വൃഷ്ണയ കൃഷ്ണതേജസാ ഹതേഷു സ്വേഷനീകേഷു त्यक्तो യാദരിഭിർനൃപ ദശമസംഗ്രാമേ ആഗമാനി തദന്തരാ നാരദ പ്രേക്ഷിതോ വീരോ യവന പ്രത്യദൃശ്യത രുരോധമധുരാമേത്യ തിസൃഭിർമ്ലേച്ഛകോടിഭിः നൃലോകേ ച പ്രതിദ്വന്ദ്വോ വൃഷ്ണീൻ സുത്വാത്മസംഹിതാൻ തം ദൃഷ്ട്വാ ചിന്തയത് കൃഷ്ണ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹ്യുഭയദോ മഹത് യവനോയം നിരുന്ദേസ്മാനദ്യ താവൻ മഹാബല മഗധോപ്യദ്യ വാ ശോവാ പരശ്യോ വാ ഗമിഷ്യതി ആവയോർയുധ്യതോരസ്യ യദ്യാഗന്ധാ ജരാസുത ബന്ധൂൻ വദിഷ്യത്യഥവാ നേഷ്യതേ സ്വപുരം ബലേ തസ്മാദദ്യ വിദാസ്യാമോ ദുർഗം ദിപദ ദുർഗമം തത്ര ജ്ഞാതീൻ സമാധായ യവനം ഘാതയാമഹേ ഇതി സമ്മന്ത്ര്യ ഭഗവാൻ ദുർഗം ദ്വാദശയോജനം അന്തഃസമുദ്രേ നഗരം കൃഷ്ണാദ്ഭുതമജീകരത് ദൃശ്യതേ യത്ര ഹി ത്വാഷ്ട്രം വിജ്ഞാനം ശില്പനൈപുണം രിഥ്യാ ചത്വരവീഥിഭിർയഥാ വാസ്തു വിനിർമ്മിതം സുരദ്രുമലദോദ്യാന വിചിത്രോപവനാന്വിതം ഹേമശൃംഗൈർധിവിസ്പൃഗ്ഭിः സ്ഫാടികാട്ടാലഗോപുരൈः രാജതാരകുടൈകോഷ്ടൈർഹേമകുംഭൈരലങ്കൃതൈ രത്നകൂടൈർഗൃഹൈർഹൈമൈർമഹാമരതകസ്ഥലൈः വാസ്തോഷ്പദീനാം ച ഗൃഹൈർവലിഭിശ്ച നിർമ്മിതം ചാതുർവർണ്യജനാകീർണം യദുദേവഗൃഹോല്ലസത് സുധർമ്മം പാരിജാതം ച മഹേന്ദ്ര പ്രാഹിണോദ്ധരേ യത്ര ചാവസ്ഥിതോ മർത്യോ മർത്യധർമ്മൈ നയുജ്യത്തെ ശ്യാമേകകർണാൻ വരുണോ ഹയാൻ ശുക്ലാൻ മനോജവാൻ അഷ്ടൗ നിധിപതി കേശാൻ കോശാൻ ലോകപാലോ നിജോദയാൻ യദ്ദത് ഭഗവതാ ദത്തമാധിപത്യം സ്വസിദ്ധയേ സർവം പ്രത്യർപ്പയാമാസോർ ഹരൗ ഭൂമി ഗതേ നൃപ തത്ര യോഗപ്രഭാവേന നീത്വാ സർവജനം ഹരി പ്രജാപാലേന രാമേണ കൃഷ്ണ സമനുമന്ത്രിത നിർജഗാമ പുരദ്വാരാത് പത്മമാലീ നിരായുധ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പാരമഹംസ്യാം സംഹിതായാം ഉത്തരാർദ്ധേ ദുർഗനിവേശനം നാമ 50-തമോऽധ്യായः.
ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 50-ാമത്തെ അധ്യായം. അതാണ് നമ്മളിന്ന് ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ ജരാസന്ധ ഭയം എന്ന ഭാവേന ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വന്തം ജനങ്ങൾക്ക് വസിക്കാൻ ആ സമുദ്രമധ്യത്തിൽ ഒരു പട്ടണം ഉണ്ടാക്കിയതായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ കാപട്യം കാണിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുന്ന അസുരന്മാരെ കപടമാർഗത്തിൽ കൂടി ഭഗവാൻ നശിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങളും, ധർമ്മിഷ്ഠന്മാരെ ധർമ്മമാർഗത്തിൽ കൂടെ ജയിച്ചതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് വിവരിക്കുന്നത്. ആ ജരാസന്ധനും ഭഗവാനും തമ്മിൽ യുദ്ധം നടക്കാനുണ്ടായ കാരണമാണ് ആദ്യം തന്നെ പറയുന്നത്. ജരാസന്ധൻ്റെ പുത്രിമാരായ അസ്ഥി, പ്രാപ്തി, ഇവർ കംസൻ്റെ ഭാര്യമാരാണ്. കംസൻ മരിച്ചപ്പോൾ ദുഃഖപരവശകളായ ഇവർ, ഈ രണ്ടുപേരും ജരാസന്ധൻ്റെ ഗൃഹത്തിലേക്കെത്തി. അങ്ങനെ ആ കംസനെ ശ്രീകൃഷ്ണൻ കൊന്നതായിട്ടുള്ള കാര്യങ്ങൾ നുണകൾ ചേർത്ത് ജരാസന്ധനെ ബോധിപ്പിക്കുകയുണ്ടായി. മഗധ രാജ്യങ്ങളുടെ രാജാവായ ജരാസന്ധൻ മക്കളുടെ ഈ ദുഃഖത്തിൽ അവർ കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്ത് ആ യാദവ കുലത്തെ മുഴുവൻ നശിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് വലിയൊരു സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഉള്ള ഒരുക്കം, യാദവ വംശത്തെ നശിപ്പിക്കുക എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ ജരാസന്ധൻ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തുന്നത്. അത്രയും ശക്തമായ ശക്തമായ സൈന്യബലത്തോടു കൂടിയിട്ട് 23 അക്ഷൗഹിണി പടയുമായിട്ടാണ് ആ മധുരാപുരത്തിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ ജരാസന്ധൻ ഈ ശക്തിയുള്ള പടയുമായിട്ട് എത്തിച്ചേർന്നപ്പോൾ സ്വജനങ്ങളെ രക്ഷിക്കാൻ എന്താണ് മാർഗം എന്ന് കൃഷ്ണൻ ആലോചിച്ചു. അങ്ങനെ ഒരു തീരുമാനം, സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കാം, ജരാസന്ധനെ കൊല്ലണ്ട, അവനെ വെറുതെ വിടാം, അങ്ങനെ അവൻ വീണ്ടും സൈന്യങ്ങളുമായി വരട്ടെ എന്നുള്ള രീതിയിൽ ശ്രീകൃഷ്ണൻ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് 2 തേരുകൾ വന്ന് രാമനെയും വിളിച്ച്, ശ്രീകൃഷ്ണനെയും രാമനെയും വിളിച്ച് ആ തേരുകളിൽ അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ വളരെയധികം ശക്തമായ സൈന്യവുമായി വന്ന ജരാസന്ധൻ ശ്രീകൃഷ്ണനെ വളരെയധികം അപമാനിക്കുകയുണ്ടായി. നത്വയാ യോദ്ധുമിച്ഛാമി ബാലേനേകേന ലജ്ജയാ ഗുപ്തേന ഹി ത്വയാ മന്ദ നയോത്സ്യേ യാഹി ബന്ധുഹൻ. നീ പുരുഷാധമനാണ്, അതുമാത്രമല്ല ഒരു ബാലനുമാണ്. സൈന്യ സഹായം കുറവാണ് നിനക്ക്. നിന്നോട് യുദ്ധം ചെയ്യുക എന്നത് എനിക്ക് വളരെയധികം ലജ്ജയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ബുദ്ധിയില്ലാത്തവനെ, നീ ബന്ധുക്കളെ നശിപ്പിച്ചവനാണ്, അതുപോലെ ഇതുവരെ ഒളിഞ്ഞിരുന്ന് കാലം കഴിച്ചവനാണ്. നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, അതുകൊണ്ട് വേഗം എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കൊള്ളൂ എന്ന് ജരാസന്ധൻ ശ്രീകൃഷ്ണനോട് പറയുകയുണ്ടായി. എന്നിട്ടോ തവ രാമയതി ശ്രദ്ധ യുദ്ധ്യസ്യ ധൈര്യമുദ്വഹ ഹിത്വാ വാ മച്ഛരൈശ്ചിന്നം
ദേഹം സ്വർയാഹി മാം ജഹി. ബലരാമനോട് പറയാണ്, നിനക്ക് പറ്റുമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്തോളൂ, എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, യുദ്ധം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേടിച്ചിട്ട് ഓടിപ്പോകാൻ പാടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. അതുപോലെ എൻ്റെ ശരങ്ങൾ കൊണ്ട് മുറിഞ്ഞ നിൻ്റെ ദേഹത്തെ നീ ഉപേക്ഷിച്ച് ആ വീരസ്വർഗം പ്രാപിക്കാം. അല്ലെങ്കിൽ സാമർഥ്യമുണ്ടെങ്കിൽ എന്നെ തോൽപ്പിച്ച് ജയം നിനക്ക് നേടാം. ഇങ്ങനെ ശ്രീകൃഷ്ണനെ അപമാനിക്കുകയും ബലരാമനെ യുദ്ധത്തിന് വിളിക്കുകയും ചെയ്ത ആ ജരാസന്ധനോട് ഭഗവാൻ പറഞ്ഞു, ന വൈ ശൂരാ വിഗത്തന്തേ ദർശയന്ത്യേവ പൗരുഷം ന ഗൃണ്ണീമോ വജോ രാജന്നാതുരസ്യ മുമൂർഷത. ബുദ്ധി ശൂന്യനാണ് നീ. വീരന്മാരൊരിക്കലും അവരവരെ സ്തുതിക്കില്ല. സ്തുതിക്കാൻ എന്തിനാണോ തന്നെ സ്തുതിക്കുന്നത് അത് അവരുടെ ആ ധൈര്യത്തെയാണ് കാണിക്കുക. അത് ആ ധൈര്യം വാക്കിലൂടെയല്ല, യുദ്ധത്തിലാണത് തെളിയിക്കേണ്ടത്. അങ്ങനെയാണ് വീരന്മാർ ചെയ്യുക, ശൂരന്മാർ അങ്ങനെയാണ് ചെയ്യുക. നീ വെറുതെ നീ ആത്മപ്രശംസ ചെയ്യുന്നതിനാൽ നീ ബുദ്ധിഹീനനാണ്. ശരിക്കുള്ള രാജാക്കന്മാരുടെ ധർമ്മം അത് ഇങ്ങനെ വാക്കുകൾ പ്രകടിപ്പിക്കുകയല്ല, അവർ ആ പൗരുഷം കാട്ടുകയാണ് വേണ്ടത്. യുദ്ധം ചെയ്ത് ആ പൗരുഷത്തെ കാണിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കുറേ വാക്കുകൾ പറയുന്നു. അങ്ങനെ തൻ്റെ മഹാസേനയാൽ ആ ജരാസന്ധൻ ശ്രീകൃഷ്ണനെയും ബലരാമനെയും വളഞ്ഞു. മേഘം സൂര്യനെ മറയ്ക്കുന്നത് പോലെ അവരെ മറക്കുകയുണ്ടായി. അങ്ങനെ രാമനെയും കൃഷ്ണനെയും ആ രഥങ്ങളൊക്കെ കാണാതായപ്പോൾ ആ മധുരാപുരിയിലുള്ളവർക്കൊക്കെ വളരെയധികം വിഷമമുണ്ടായി. ഈ സ്ത്രീകളൊക്കെ ആ വിഷമം കൊണ്ട് മോഹാലസ്യപ്പെട്ട് വീഴുകയുണ്ടായി. കൃഷ്ണൻ സൈന്യങ്ങളെയും ആന, കുതിര, തേര് ഇവയെല്ലാം ഒരുപാട് നശിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബലരാമൻ തൻ്റെ മുസലം കൊണ്ട് നിരവധി യോദ്ധാക്കളെ അടിച്ചു കൊന്നു. യുദ്ധം വളരെ ശക്തമായി. ചോരപ്പുഴ ഒഴുകുകയുണ്ടായി. അതുപോലെ ശവങ്ങൾ കുന്നുകൂടി. രാമനും കൃഷ്ണനും കൂടി ആ സൈന്യത്തെ പാടെ ഒടുക്കി. അങ്ങനെ സൈന്യം നശിച്ച് തേരും പോയി നിൽക്കുന്ന ജരാസന്ധനെ രാമൻ പിടിച്ചു. അവനെ കൊല്ലാൻ ഭാവിച്ചപ്പോൾ കൃഷ്ണൻ അത് വിലക്കി. അങ്ങനെ കൃഷ്ണൻ ജരാസന്ധനെ വിട്ടയക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൃഷ്ണനാൽ വിട്ടയക്കപ്പെട്ട ജരാസന്ധൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായി. അങ്ങനെ കൃഷ്ണനെയും രാമനെയും ആ യാദവ സ്ത്രീകൾ പുഷ്പവൃഷ്ടി നടത്തി എതിരേറ്റു. പിന്നീട് ആ യുദ്ധത്തിനിടെ കിട്ടിയ ധനധാന്യാദികൾ, ആഭരണങ്ങൾ ഒക്കെ ആ യദുരാജാവിന് സമർപ്പിച്ചു. ഇതേപോലെ ഇത്രയും വീര്യമുള്ള സൈന്യവുമായിട്ട് ജരാസന്ധൻ 17 വട്ടം ഈ യാദവ വംശത്തെ ആക്രമിക്കുകയുണ്ടായി. ഓരോ പ്രാവശ്യവും സൈന്യങ്ങൾ മുഴുവൻ നശിച്ച് വധിക്കപ്പെടാതെ അയാൾ മടങ്ങുകയുണ്ടായി. 18ാമത് തവണ യുദ്ധത്തിനായിട്ട് ജരാസന്ധൻ ഒരുങ്ങുമ്പോൾ നാരദനാൽ പ്രേരിതനായ ഒരു യവനൻ ആ മധുരയിൽ വന്നു. അവൻ 3 കോടി മ്ലേച്ഛരവുമൊത്താണ് ആ മധുരാപുരി വളഞ്ഞത്. അപ്പോഴാണ് കൃഷ്ണൻ ചിന്തിച്ചത്, ഇവൻ നമ്മോട് യുദ്ധം ചെയ്യുമ്പോൾ ജരാസന്ധനും വരും. അപ്പോൾ 2 സൈന്യത്തെയും കൊണ്ട് ഉള്ള സമയത്ത് തങ്ങളുടെ ജനങ്ങളെ അവിടെ നിർത്തുന്നത് അത്ര സുരക്ഷയല്ല. അതുകൊണ്ട് അവരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കണം, അവരെ മറ്റൊരിടത്ത് പാർപ്പിക്കണം, പിന്നെ ആ യവനനെ നശിപ്പിക്കാം. അങ്ങനെ ഉള്ള ചിന്തയോട് കൂടിയിട്ട് ആ ഭഗവാൻ തൻ്റെ വൈഭവത്താൽ ആ സമുദ്രത്തിൽ 12 യോജന ദുർഗവും ആർക്കും ആശ്ചര്യമുണ്ടാക്കുന്നതുമായ ഒരു നഗരം ദ്വാരകാപുരി അവിടെ പണിയുകയുണ്ടായി. ആ വിശ്വകർമാവിൻ്റെ കൈവിരുതും ഒരു നഗരത്തിന് വേണ്ടതെല്ലാം അവിടെ ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ അവിടത്തേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഓരോ ആൾക്കാർ നൽകുന്നു. അതായത് ഇന്ദ്രൻ
തൻ്റെ വരുണൻ സർവാംഗം വെളുത്ത് ആ ഒരു കാതു മാത്രം കറുത്ത മനോഹരമായ കുതിരകളെ നൽകുന്നു. അതുപോലെ കുബേരൻ അഷ്ടനിധികളും ഓരോ ലോകപാലന്മാർക്കും തങ്ങളുടെ ഓരോ ലോകപാലകന്മാരും അവരവരുടെ ഐശ്വര്യങ്ങളെ ആ ഭഗവാനെ സമർപ്പിക്കുന്നു. ഇന്ദ്രനാവട്ടെ തൻ്റെ സഭാമണ്ഡപവും പാരിജാതവും അതുപോലെ സുധർമ്മ എന്ന സഭാമണ്ഡപവും പാരിജാതവും ഒക്കെ ആ ദേവേന്ദ്രന് അയച്ചു കൊടുത്തു. ഇതുപോലെ ഓരോ ആൾക്കാരും ആ ഭഗവാന് തങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഭഗവാന് നൽകുകയാണ്. തങ്ങൾക്ക് ഐശ്വര്യം നൽകിയിരുന്ന ഭഗവാൻ ആ ഭൂമിയിൽ പിറന്നപ്പോൾ ആ ഐശ്വര്യത്തേക്ക് അവരിതാ തിരിച്ച് കാഴ്ചവെച്ചു. അങ്ങനെ ആ ഭഗവാൻ സ്വന്തം യോഗ വൈഭവത്താൽ എല്ലാ ജനങ്ങളെയും ആ ദ്വാരകയിലാക്കി ആ യവനനുമായിട്ട് ഉള്ള യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ആ മധുരാപുരിയിലെ ജനങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെയൊക്കെ ദ്വാരകയിലാക്കി ആ അവരെ സംരക്ഷിക്കാൻ ബലരാമനെയും ഏർപ്പെടുത്തി. അങ്ങനെ നിരായുധനായിട്ട് വെറും ഒരു താമരമാലയും അണിഞ്ഞിട്ട് ആ ഭഗവാൻ അവിടുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.